സിനിമാ പ്രേമിയും കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. 3ാം ഭാഗവും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എമ്പുരാൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് മോഹൻലാൽ കൃത്യമായൊരു സൂചനയും നൽകിയിരിക്കുകയാണ്. 2ാം ഭാഗമോ 3ാം ഭാഗമോ ഉണ്ടെങ്കിൽ സിനിമയുടെ അവസാനം അടുത്ത ഭാഗത്തേക്ക് ഒരു ലീഡ് ഉണ്ടാകും. ചിലപ്പോൾ അത് എൻഡ് ക്രെഡിറ്റ് കഴിഞ്ഞാകും പ്രദർശിപ്പിക്കുക. അതിനാൽ സിനിമ തീർന്നെന്ന് കരുതി തിയേറ്റർ വിട്ടാൽ നിരാശയാകും ഫലം. എന്തുതന്നെയായാലും എമ്പുരാൻ കഴിയുമ്പോൾ 3ാം ഭാഗത്തേക്കുള്ള ലീഡ് കൂടി കണ്ടെന്ന് ഉറപ്പുവരുത്തിയേ തിയേറ്റർ വിടാവൂ എന്നാണ് താരത്തിന്റെ ആരാധകർ സമൂഹ മാധ്യമത്തിലൂടെ അഭിപ്രായപ്പെടുന്നത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രത്തിന്റെ വീഡിയോയാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലേക്ക് 3ാം ഭാഗം ഉണ്ടാകുമെന്നും അതിലേക്ക് നയിച്ചുകൊണ്ടാകും എമ്പുരാൻ അവസാനിക്കുക എന്നും മോഹൻലാൽ വീഡിയോയിൽ പറയുന്നു. ഖുറേഷി അബ്രഹാമിന്റെ ലോകമാണ് 2ാം ഭാഗത്തിൽ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. ഖുറേഷി എങ്ങനെ തന്റെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി അബ്രഹാമിന്റെ അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഫ്രാഞ്ചൈസിയുടെ ഈ കഥയുടെ 3ാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2ാം ഭാഗത്തിന്റെ അവസാനത്തിൽ 3ാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കുമെന്ന് മോഹൻലാൽ പറയുന്നു. തന്റെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് എമ്പുരാനെ കാണുന്നതെന്നും ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അഭിനേതാക്കളും ലൊക്കേഷനുമെല്ലാം അത്രയും പ്രാധാന്യത്തോടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയാകും എമ്പുരാൻ എന്നും മോഹൻലാൽ പറഞ്ഞു. ഖുറേഷി അബ്രഹാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് 1ാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് എമ്പുരാനെന്നും ആ വരവിനായി കാത്തിരിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിത്രം മാർച്ച് 27-നായിരിക്കും തിയേറ്ററുകളിൽ എത്തുക. മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് എമ്പുരാൻ. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ കണ്ട സമയത്തും എൻഡിങ്ങിൽ ഇങ്ങനൊരു ലീഡ് ഉണ്ടാകുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വലിയ സർപ്രൈസുകളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ആ സർപ്രൈസ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി എന്താ പറയുക, KGF 3 ഒക്കെ ഉണ്ടെന്ന് ഔപചാരികമായി അല്ലെങ്കിൽ പടം കണ്ടു കഴിയുന്നത് വരെ നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ കിട്ടിയ ആ ഒരു വൗ ഫാക്ടർ നമുക്ക് എമ്പുരാനിൽ കിട്ടേണ്ട ആ ഒരു വൗ ഫാക്ടറാണ് ഇന്ന് അവർ നേരത്തെ കുളമാക്കിയത്. പൃഥ്വിരാജ് ആദ്യമേ തന്നെ ഇത് 3 സിനിമ ചേരുന്ന ഒരു ഫ്രാഞ്ചൈസി ആണ് എന്ന് പറയാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ മറന്നിരിക്കുമായിരുന്നു. ടീസർ റിലീസിന്റെ അന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താതെ ഒരു സർപ്രൈസ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. എന്തുതന്നെയാണെങ്കിലും നമുക്കുള്ള മറ്റു സർപ്രൈസുകൾ ചിത്രത്തിൽ പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതും തീർച്ചയാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ വിജയം തന്നെ ആകട്ടെ എമ്പുരാൻ എന്ന് ആശംസിക്കാം. പ്രമോഷന്റെ ഭാഗമായിട്ടുള്ള അടുത്ത സർപ്രൈസുകൾ എന്താണെന്ന് അറിയാൻ കൂടിയാണ് ഓരോ സിനിമ പ്രേമികളും കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്തുതന്നെയാണെങ്കിലും മാർച്ച് 27 വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നുകൊണ്ടിരിക്കാം. രാജാവും ദേവപുത്രനും എല്ലാവരും വരവറിയിക്കട്ടെ.